സൂറത്ത് ബഖറയിലെ 185-ാമത്തെ ആയത്ത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഈ ആയത്തിൻ്റെ വിശദീകരണം, അതിൽ നമ്മളെ ഖുർആൻ അകമ്പൊരുളുകാരൻ ചെന്ന് പെട്ടിട്ടുള്ള ഒരു പെടലുണ്ട്. അകമ്പൊരുളുകാരൻ്റെ വാദം ലോകത്തുള്ള എല്ലാ വേദങ്ങളും സത്യമാണ്, അതിൽ ഒന്നും തിരുത്തപ്പെട്ടിട്ടില്ല. എങ്ങനെയാണോ വേദം ആദ്യത്തിലുണ്ടായിരുന്നത് അത് അതേപടി നിലനിൽക്കുന്നു. തൗറാത്ത് തിരുത്തപ്പെട്ടിട്ടില്ല, ഇഞ്ചീൽ തിരുത്തപ്പെട്ടിട്ടില്ല. ഇഞ്ചീലും തൗറാത്തും ഒക്കെ ഇപ്പോഴും നമ്മളെ കയ്യിൽ സുരക്ഷിതമാണ്. ഇന്ത്യയിലെ വേദങ്ങളും അതുപോലെ തന്നെ, അതിലൊന്നും തിരുത്തലുകൾ വന്നിട്ടില്ല. ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം. ഈ വാദത്തെ അദ്ദേഹം തന്നെ ഖണ്ഡിക്കാണ് സൂറത്ത് ബഖറയിലെ 185-ാമത്തെ ഈ ആയത്തിൻ്റെ വിശദീകരണത്തിൽ. മനുഷ്യ സമുദായത്തിന് മാർഗദർശകമായും സാൻമാർഗിക വിവരണമായും നന്മയും തിന്മയും വേർതിരിച്ചറിയാനുള്ള ഉപാധിയായും ഖുർആൻ അവതരിപ്പിച്ചു എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. അപ്പോൾ ഈ വിശദീകരണത്തിൽ മുസ്തഫ പറയുന്നത്, വേദമേത്, പിന്നീട് കടന്നു വന്നതേത് എന്ന് വേർതിരിച്ചറിയാൻ പോലുമാകാത്ത വിധം കലർപ്പുകൾ വർദ്ധിച്ചു. സുബദ്ധവും അബദ്ധവും കെട്ടിപ്പിണഞ്ഞ് കൂടിക്കലർന്നു. നിലവിലുള്ള എല്ലാ മതങ്ങളിലും ഇത്തരമൊരവസ്ഥ വലിയ തോതിൽ കാണാം. ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മതത്തിൻ്റെ ശുദ്ധഭാഗത്തെ തെളിയിച്ചെടുക്കാൻ വേദം മാത്രമാണ് വഴി. അപ്പോൾ ഇതോടെ പറയുന്നത് എന്താണ്? വേദമേതാണ്, പിന്നീട് കടന്നു വന്നത് ഏതാണ് എന്ന് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ നിലവിലെ വേദങ്ങളിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്നാണല്ലോ കൊണ്ട് വരിക. നിലവിലുള്ള എല്ലാ മതങ്ങളിലും ഇത്തരം ഒരവസ്ഥ ഉണ്ട് എന്നാണ്, അതായത് ഇസ്ലാമിലുണ്ട് എന്നാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മുആവിയ മതം ഇടയ്ക്കിടയ്ക്ക് ഇസ്ലാമിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അദ്ദേഹം ഇതേ മുആവിയൻ മതത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ചിലപ്പോഴൊക്കെ വെള്ളപൂശുകയോ സ്ഥിരീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് കാണാം. അറഫാ നോമ്പിൻ്റെ കാര്യം ഇത് ഖുർആനിലെവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. മുസ്തഫ പറയുന്ന മുആവിയൻ മതത്തിലേ കാണാൻ കഴിയുള്ളൂ. ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം യൗമു അറഫ, ദുൽഹജ്ജ് 9 അന്ന് ഹജ്ജിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത, അറഫയിലില്ലാത്ത മുസ്ലിങ്ങൾ നോമ്പ് വെൽക്കണം എന്നുള്ളത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്. മുസ്തഫൻ്റെ ഭാഷയെ പറഞ്ഞാൽ മുആവിയൻ മതത്തിലുള്ളതാണ്. അത് ഹാജിമാരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് ചെയ്യേണ്ടതാണെന്നാണ് മുസ്തഫ പെരുന്നാൾ പ്രസംഗത്ത് പറയുന്നത്, അതായത് ബലിപെരുന്നാളിൻ്റെ പ്രസംഗത്ത് പറയുന്നത്. അപ്പോൾ തനിക്ക് തോന്നുന്നതൊക്കെ പറയാം, വിളിച്ചു കൂവുക. ഇതാണ് അദ്ദേഹം ചെയ്യണത്. അപ്പോൾ ഇസ്ലാമിലും പലതും തിരിച്ചറിയാൻ പറ്റാത്ത വിധം കടന്നുകൂടിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പറച്ചിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, അപ്പോൾ ഇവിടെ വേദങ്ങളിൽ പലതും കടന്നുകൂടിയിട്ടുണ്ട്. വേദം ഏതാണ്, കടന്നുകൂടിയത് ഏതാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം പിന്നെ അദ്ദേഹം പറയുന്നത്, ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് മതത്തിൻ്റെ ശുദ്ധഭാഗത്തെ തെളിയിച്ചെടുക്കാൻ വേദം മാത്രമാണ് വഴി. അപ്പോൾ ഏത് വേദമാണത്? അപ്പോൾ ഈ ഉരുളിച്ച എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സത്യം സത്യമായി അംഗീകരിക്കാൻ മുസ്തഫ തയ്യാറല്ല എന്നുള്ളതാണ്. താൻ അകമ്പൊരുൾ എന്ന് പറയുന്ന ഈ ഒരു പുസ്തകം എഴുതിയുണ്ടാക്കുമ്പോൾ അതിൽ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള, ഇസ്ലാം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലാത്ത തത്വങ്ങളും കാഴ്ചപ്പാടുകളും കുത്തി നിറച്ചിട്ട് ഇതാണ് ഖുർആനിൻ്റെ അകമ്പൊരുൾ എന്ന് വരുത്തി തീർക്കാനാണല്ലോ അദ്ദേഹം ശ്രമിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇതിന് ഖുർആൻ്റെ അകമ്പൊരുൾ എന്ന് പേരിടാൻ പാടില്ലായിരുന്നു. താൻ പറയുന്നതാണ് ഇസ്ലാം, ബാക്കിയുള്ളവർ പറയണമെന്ന് ഇസ്ലാമല്ല എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഖുർആനിൽ വല്ലതും കടന്നുകൂടിയിട്ടുണ്ടോ? ഇതിൽ അദ്ദേഹം ഒരു വേദത്തെ ഒഴിവാക്കിയിട്ടില്ല. എന്നാൽ അവസാനം അദ്ദേഹം ഖുർആനെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാണെന്ന് പറയണമായിരുന്നു, അത് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എന്താണ് മുസ്തഫയുടെ മനസ്സിലിരിപ്പ്?
എന്നുള്ളത് മുസ്തഫ തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. ഖുർആൻ പൂർണ്ണമായിട്ട് ശരിയാണോ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിച്ച രീതിയിൽ നിന്ന് നിലനിൽക്കുന്നുണ്ടോ, അത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അദ്ദേഹം കാടടക്കി വെടിവെക്കണ മാതിരി എല്ലാ വേദങ്ങളെയും പറഞ്ഞ കൂട്ടത്തിലും ഖുർആനെ ഉൾപ്പെടുത്തിയെന്നേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹം ഖുർആൻ ഇതിൽ നിന്ന് മുക്തമാണ് എന്ന് പറയണമായിരുന്നു. അത് പറഞ്ഞാലോ അദ്ദേഹത്തിൻ്റെ വാദഗതി പൊളിയും ചെയ്യും. ഖുർആനിൽ നിന്ന് മുക്തമാണെന്ന് പറയുമ്പോൾ ബാക്കി വേദങ്ങളിലൊക്കെ പലതും കടന്നു കൂടിയിട്ടുണ്ട്. അതിൽ വേദത്തിൻ്റെ യഥാർത്ഥത്തിൽ അള്ളാഹു അവതരിപ്പിച്ച വേദത്തിലുള്ള എന്താണ് പിന്നീട് പുരോഹിതന്മാർ കൂട്ടിച്ചേർത്തത് എന്താണെന്ന് പറയാൻ കഴിയില്ല എന്നാണ് വരിക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാദം പൊളിയും. അപ്പോൾ തൻ്റെ വാദം പൊളിയും ചെയ്യരുത്, എന്നാൽ തനിക്ക് ആളുകളുടെ ഞെളിഞ്ഞ് നടക്കും വേണം. അതിന് പറ്റിയ വിധത്തിലാണ് അദ്ദേഹം ഇവിടെ ഇത് പറയുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ലോകത്ത് ഇന്ന് നിലവിലുള്ള വേദങ്ങൾ ഏതെടുത്ത് പരിശോധിച്ചാലും അതിൽ അള്ളാഹു അവതരിപ്പിച്ച അതേ രീതിയിൽ നിലനിൽക്കുന്ന ഒരൊറ്റ വേദമേ നിലവിലുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ അർത്ഥശങ്കക്കിടല്ലാത്ത വിധം പറഞ്ഞിട്ടുള്ളതാണ്. കാരണം മറ്റ് വേദങ്ങളെ സംബന്ധിച്ചൊക്കെ ഖുർആൻ പറഞ്ഞത് യുഹരിഫൂനൽ കലിമ അം മവാലിഹി മിൻ ബഅദി മവാലിഹി എന്നൊക്കെ പറയുന്നുണ്ട്. യഥാസ്ഥാനങ്ങളിൽ നിന്ന് കലിമത്തുകൾ യുഹരിഫൂനൽ കലിമത്തുകൾക്ക് അവർ വക്രീകത വരുത്തി തീർക്കുന്നു, അതിനെ വക്രീകരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. ഈ വക്രീകരണം എന്ന് പറയുന്നത് അത് അക്ഷരത്തിലുണ്ടാവാം, വാക്യങ്ങളിലുണ്ടാവാം, അർത്ഥം പറയുന്നതിലുണ്ടാവാം, വിശദീകരണത്തിലുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. ഇങ്ങനെ ഒക്കെ ഇതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് അതതിൻ വേദങ്ങളുടെ തന്നെ ആളുകളാണ്. അതുമായി ബന്ധപ്പെട്ട പുരോഹിതന്മാരും പണ്ഡിതന്മാരും ഒക്കെ തന്നെയാണ്. ഇപ്പോൾ ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ ഒരുപാട് കടത്തിക്കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻ പുരോഹിതന്മാരടക്കം എല്ലാവരും പറയുന്നതാണ്. ഹിന്ദുമത വേദങ്ങളിലും ഇതുപോലെ വെട്ടിച്ചുരുക്കലുകളും കൂട്ടിച്ചേർക്കലുകളും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് അവർ തന്നെയാണ്. എന്നാൽ ഖുർആനിൽ എന്തെങ്കിലും ഒഴിഞ്ഞു പോയിട്ടുണ്ടെന്നോ അതിൽ നിന്ന് വല്ലതും അതിൽ വല്ലതും കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നോ പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതനെയും നമുക്ക് കാണാൻ കഴിയില്ല. ഉണ്ടെങ്കിൽ നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്ന അഭിപ്രായം മാത്രമാണല്ലോ. നസ്ഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കലും എഴുതി തള്ളലും അല്ല, അത് അള്ളാഹു തന്നെ വരുത്തുന്ന മാറ്റമാണ്. അതുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചാ വിഷയമാണ്. അപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നസ്ഖിനെ പറ്റിയാണ് പറഞ്ഞത്. ഇവിടെ തഹരീഫ് എന്ന സംഗതി ഖുർആൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരു പണ്ഡിതനുമില്ല മുസ്ലിങ്ങളിൽ. എന്നാൽ മറ്റ് വേദങ്ങളുമായി ബന്ധപ്പെട്ട അതിൻ്റെ തന്നെ പണ്ഡിതന്മാർ അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ഒന്ന്, ഖുർആന് മലക്ക് വഴി അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്തതുപോലുള്ളൊരു വഹി ആയിരുന്നില്ല വേദങ്ങളുടെ, വിശേഷിച്ചും ബൈബിളിൻ്റെ ഒന്നും കാര്യത്തിലുണ്ടായിരുന്നത് എന്ന് നമ്മുടെ നാട്ടിലെ ക്രിസ്തീയ പണ്ഡിതന്മാർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരിക്കെയാണ് മുസ്തഫ ഇത്തരത്തിലുള്ള സംഗതികൾ എവിടെയും തൊടാതെ അല്ലെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പാകത്തിൽ ഇത്തരത്തിലുള്ള ചിലത് എഴുതി കൂട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഖുർആനിൽ വല്ലതും കൈകടത്തൽ വന്നിട്ടുണ്ടോ, വെട്ടിച്ചുരുക്കൽ വന്നിട്ടുണ്ടോ, അതിനെ സംബന്ധിച്ച് മുസ്തഫയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് അദ്ദേഹം ഇനി എഴുതാൻ പോകുന്ന ഇതിൻ്റെ അടുത്ത വാള്യങ്ങളിലെങ്കിലും വ്യക്തമാക്കുമെന്ന് പ്രതീക്ഷിക്കാൻ വകണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അദ്ദേഹത്തോട് നമുക്ക് ആവശ്യപ്പെടാം എന്താണ് അദ്ദേഹത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാഴ്ചപ്പാട്, അഭിപ്രായം. അതോ മറ്റുള്ളവരെ രസിപ്പിക്കാനും അതേ അവസരം മുസ്ലിങ്ങളെ വഞ്ചിക്കാനും വേണ്ടി ഇങ്ങനെയുള്ള കോപ്രായങ്ങൾ കാണിക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത്? ഇത് അദ്ദേഹം വ്യക്തമാക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് അന്വേഷിച്ചു കൊടുത്തോളം മുആവിയൻ മതമല്ലാതെ വേറെ ഖുർആനിൻ്റെ ശരിയായ മതം ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ പെരുന്നാളിൻ്റെ ഖുത്ബയിലാണ് അദ്ദേഹം അറഫാ നോമ്പിനെ പറ്റിയും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം അറഫാ നോമ്പ് പറഞ്ഞ സംഗതി ഖുർആനിലെവിടെയും പറഞ്ഞിട്ടില്ല, ഹദീസിലാണുള്ളത്. ഹദീസാവട്ടെ മുആവിയൻ്റെ ആളുകൾ ഉണ്ടാക്കിയതുമാണ്. ബുഖാരി, മുസ്ലിം പോലുള്ള ഗൂഢാലോചനയുടെ ആളുകൾ ഉണ്ടാക്കിയാണല്ലോ ഈ ഹദീസുകളൊക്കെ മുസ്തഫൻ്റെ കാഴ്ചപ്പാടിൽ. അപ്പോൾ തരാതരം തനിക്ക് തോന്നിയ വേണ്ടയിടത്ത് ഇതൊക്കെ അനുകൂലിക്കുകയും
തനിക്ക് പിന്നെ ദ്രോഹകരമാണെന്നോ തൻ്റെ അഭിപ്രായങ്ങൾക്ക് വിരുദ്ധമാണെന്നോ താൻ പറയുന്നതിന് പിന്നെ എതിരാണെന്നോ ഒക്കെ തോന്നുന്നിടത്ത് അതിനെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പാണ് ഇവിടെ മുസ്തഫ മൗലവി സ്വീകരിച്ചിട്ടുള്ളത് എന്നതാണ് വസ്തുത. ഈ ഒരു തട്ടിപ്പ് വഞ്ചനാപരമായിട്ടുള്ള സമീപനാണ് മുസ്തഫ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പെട്ടുപോകുന്ന ആളുകൾ യഥാർത്ഥത്തിൽ വഞ്ചിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് അവർക്ക് ബോധ്യമുണ്ടോ ഇല്ല നമുക്കറിയില്ല. എന്നാൽ അതവർ മനസ്സിലാക്കേണ്ട ഒരു സംഗതി കൂടിയാണ്.